അതിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇക്കുൻ്റെ അവിടെ നിന്നായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ നല്ല വെള്ളയപ്പവും കുറുമക്കറിയും പിന്നെ ഉമ്മ തലേദിവസം ഉണ്ടാക്കിയ വെട്ടിക്കൂട്ടും കൂട്ടിയിട്ട് നല്ലൊരു പെട്ടി പിടിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കാരണം ക്ലാസ് ഉണ്ടല്ലോ. വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് സാമ്പാർ, അയില വറുത്തത് ആൻഡ് കേബേജ് ഉപ്പേരി, ഒരു രക്ഷയുണ്ടായില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ അത് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ക്ലാസ്സും കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും അതിൻ്റെ ആ ടേസ്റ്റ് കാരണം ഞാൻ ഒരു മുട്ടയും വറുത്ത് മീൻ വറുത്ത് ഉണ്ടായില്ല. കാരണം ആൾ എണ്ണീട്ടാണ് മീൻ വറുത്ത്. അപ്പോൾ എന്ത് ചെയ്തു, ഉണക്ക മീൻ വറുത്തത് ഉണ്ടായിരുന്നു, അതും മുട്ടയും വേഗം വറുത്ത് എല്ലാം കൂടി കുഴച്ച് ആ മുട്ടയും വെച്ചിട്ട് ഒരു പെട്ടി പിടിച്ചെൻ്റെ സാറേ ഇപ്പോഴും പറയുമ്പോൾ വായിൽ വെള്ളം വരും. എനിക്കെന്താ ഈ സാമ്പാർ, കാബേജ്, മീൻ വറുത്തതിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം. അതിനുശേഷം കുറച്ച് കുറുകുറ കഴിച്ചു. പിന്നെ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പൂരത്തിനൊക്കെ ആണെന്നോ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് റെഗുലറായിട്ട് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ജംസും കഴിച്ചു. പിന്നെ അനിയൻ വന്നപ്പോൾ മറ്റേ ഷമാം ഷേക്ക് ഇല്ലേ, അതടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു. പക്ഷേ പിന്നെ അവൻ കൊണ്ടുവന്ന സാധനം കണ്ടപ്പോൾ ഞാൻ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ്. ഇവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ, ഞാൻ നമ്മൾ ഈ എൻ്റെ ഒരു അറൗണ്ടിൽ കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് അൽഫാം. അതിന് ഒരു രക്ഷയുണ്ട്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം. കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചത് കൊണ്ടാണ് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ഇടയിൽ ദിലും അതിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടില്ല, അവനും ഞാനൊരു പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി അങ്ങനെ കഴിക്കണമെന്നാണ് എൻ്റെ ചടങ്ങ്. സാലഡിലും മയോണൈസ് പിന്നെ ദിലുവിന് കൊടുക്കില്ല കേട്ടോ, അപ്പോൾ അതിൻ്റെ ഫുൾ അധികാരം എനിക്കുക. അതും പീസ് വലിച്ച് കിട്ടുന്നുണ്ട്, സോഫ്റ്റാണ്. പക്ഷേ ഇപ്പോഴും വായിൽ വെള്ളം വരണം. അതും കഴിച്ചു. പിന്നെ ഇവിടെ അൽഫാം വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ എന്തോ ഒരു കോമ്പിനേഷൻ പോലെ പൊറോട്ട വാങ്ങിക്കുക. അപ്പോൾ പൊറോട്ട രാവിലത്തെ സാമ്പാറും ഗ്രേവിയും കൂട്ടി ഞാൻ അതും കഴിച്ചു. അപ്പോൾ ഓക്കെ.